നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ യാത്ര പോയിട്ടില്ലാത്തൊരു ട്രെയിൻ ഉണ്ട്, അമൃത് ഭാരത് എക്സ്പ്രസ്. അതിലാണ് ഇന്നൊരു യാത്ര. തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നും ഇന്ത്യ നേപ്പാൾ ബോർഡറായ ബീഹാറിലെ ജോഗ്ബാനി എന്ന സ്ഥലത്തേക്ക് പോകുന്ന അമൃത് ഭാരതിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. ഈ ട്രെയിനിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അമൃത് ഭാരത് എക്സ്പ്രസ് കാറ്റഗറിയിൽ ഏറ്റവും ദൂരത്തിൽ ഓടുന്ന ട്രെയിൻ ഇതാണ്. സമയം രാവിലെ 6:10. ഞങ്ങളിപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഈറോഡിലേക്ക് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് രാവിലെ 6:20 കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഉദയ് എക്സ്പ്രസ്. അത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വരിക. ഇതാണ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രധാന ഭാഗം. ഇവിടെ ഇപ്പോൾ നവീകരണം നടക്കുകയാണ്. ഇത് നമ്മുടെ ഫ്ലാഗൊക്കെ ഇവിടെ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനായി തിരുപ്പൂർ മാറും. ഈ എൻട്രൻസ് നേരെ കടന്നു പോകുന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്കാണ്. ഇപ്പോൾ ട്രെയിൻ ഏകദേശം ഇവിടെ എത്താനായിട്ടില്ല, ഒരു 10 മിനിറ്റും കൂടെ കഴിയും. എന്തായാലും നമുക്ക് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ വന്ദേ ഭാരത് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൂടെയാണ് ഉദയ എക്സ്പ്രസ് ഉണ്ടാവുക. 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് എത്തും. 6:50 വന്ദേ ഭാരത് കാരണമാണ് ഇപ്പോൾ ഈ ട്രെയിൻ ഡിലേ ആയത്. അല്ലെ നേരത്തെ എത്തേണ്ടതാണ്. നല്ല തിരക്കാണ് ഇവിടുന്ന്. D1 ആണ് നമുക്ക് പോകാനുള്ള കോച്ച്. അതിവിടെ ആയിട്ട് തന്നെ വന്ന് നിൽക്കും. ഇത് തിരക്കാണെന്ന് നോക്കിയേ. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് സമയം മാത്രമേ വേണ്ടൂ ഈ റോഡ് എത്താൻ. 7:26 ഈ റോഡ് ജംഗ്ഷൻ. ഇത് നമുക്ക് പോകാനുള്ള അമൃത് ഭാരത്. ഒരു കിട്ടില്ല വണ്ടിയായത്. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ നമുക്ക് പോകാനുള്ള അമൃത് ഭാരത് എക്സ്പ്രസ്. ഇതിൻ്റെ ലോക്കോമോട്ടീവ് ഒരു കിടിലൻ ലോക്കോമോട്ടീവാണ്. WAP5 ആണ്. ആ ഒരു കളർ നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. പിന്നെ വൈപ്പറും കാര്യങ്ങളും ഹോണൊക്കെ ഈ ഭാഗത്താണ്. എനിക്ക് എന്തായാലും ഈ ഒരു ലോക്കോമോട്ടീവ് ഇഷ്ടപ്പെട്ട്. വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവാണിത്. ലോക്കോമോട്ടീവ് ഏറ്റവും പുറകിലൊന്നും കൂടി ഉണ്ടാവും. ഈ ഭാഗത്താണ് ഇതിൻ്റെ നെയിം ബോർഡ്, അമൃത് ഭാരത് എക്സ്പ്രസ്. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 16601 16602 ഈ തിരിച്ചു വരുന്നത്. തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇവിടെ പേര് കാണാം. ഇത് മുഴുവനും നോൺ AC വണ്ടിയാണ്. അതായത് ജനറലും സ്ലീപ്പർ ക്ലാസ്സും മാത്രമേ ഉള്ളൂ. ഈ ഏറ്റവും മുന്നിലാണ് അൺറിസർവ്ഡ് കോച്ചുകൾ. ഇവിടെ തന്നെ ഒരുപാട് ബീഹാറിലേക്കുള്ള ടിക്കറ്റുകളൊക്കെ ഒരുപാട് ഉണ്ടാവും. എന്തായാലും ട്രെയിൻ പുറപ്പെടാൻ ഒരു 40 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു അൺറിസർവ്ഡ് കോച്ച് വഴി ജസ്റ്റ് ഒന്ന് കയറി വരാം. ഇവിടേക്ക് ഇങ്ങനെ കേട്ടാ നല്ല വൃത്തിയാണേ. ഇപ്പം ഇങ്ങനെയാണ്. ബീഹാറിലെത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. യാത്ര ചെയ്താലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അകത്തെ ഈ സീറ്റിംഗ് ഒക്കെ നോക്കിയേ, എന്തൊരു കുഷ്യനിങ് ആണെന്ന് നോക്കിയേ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ചാർജിങ് പോയിന്റുകളൊക്കെ ഇതാ ഇവിടെ. നല്ല തീമിൽ തന്നെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റൊക്കെ. സ്ലൈഡ് ഡോറുകളാണ്. അതായത് ഈ ലോവർ ബർത്ത് എന്ന് പറയില്ല, നമ്മുടെ ഈ സൈഡിൽ ഇവിടത്തെ ഭാഗം കണ്ട ചാർജിങ് പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ CCTV ക്യാമറയും അതുപോലെ തന്നെ ചെറിയൊരു ബോർഡും, വെൽക്കം ടു ഇന്ത്യൻ റെയിൽവേസ് എന്നുള്ള. എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഓൾറെഡി ആൾക്കാർ നിറഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഡസ്റ്റ്ബിനൊക്കെ ഇവിടെയാണ്. ഓരോ വ്യത്യസ്തമായ ടൈപ്പിലാണ് വാഷ് ഏരിയകളൊക്കെ. പിന്നെ ഈ ട്രെയിനിൻ്റെ അകത്ത് തന്നെ പാൻട്രി കോച്ചും കൂടി ഉണ്ട്. ഇതുവഴി തന്നെ നമുക്ക് നടന്ന് മറ്റ് കോച്ചുകളിലേക്കൊക്കെ പോവാം.
എനിക്ക് എന്തായാലും ഇതിന്റെ അൺറിസർവ്ഡ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി സ്ലീപ്പർ ക്ലാസിന്റെ ഭാഗത്തേക്ക് വരാം. 8 സ്ലീപ്പർ ക്ലാസ് ആണ് ഇതിനാകെ ഉള്ളത്. എല്ലാം 2025 മേഡ് കോച്ചുകൾ തന്നെയാണ്. ഇതേ 2025 എന്ന് കാണുന്നില്ലേ? സ്ലീപ്പർ ക്ലാസിന്റെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുവഴി കയറാം. എന്റെ പൊന്നോ, ഇതൊന്ന് നോക്കിയേ. മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഈ വൃത്തിയാണ്. മാത്രമല്ല ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ ഒരു 3rd AC എക്കണോമിയിലൊക്കെ പോയാൽ കാണുന്നൊരു പ്രതീതിയില്ലേ, അതുപോലെ തന്നെയാണ്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ക്യാബിൻ ഏരിയ 6 ബെർത്തുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ചാർജിങ് പോയിന്റ് ഒക്കെ ഉള്ളത്. USB അതുപോലെ തന്നെ C ടൈപ്പ് കണ്ടെയ്നറുള്ള ഭാഗമുണ്ട്. ഇവിടെ അത് കാണാം. മുകളിലൊന്നുമില്ല, ഇവിടെ ചെയിൻ മാത്രമേ ഉള്ളൂ. അപ്പർ ബെർത്തിൻ്റെ ഈ 2 ഭാഗങ്ങളും കാണാം. പിന്നെ ഇതിൻ്റെ ഒരു തീമില്ലേ, അതിങ്ങനെയാണ്. സീറ്റിൻ്റെയൊക്കെ നല്ല കാണാൻ നല്ല എടുപ്പാണ്. പിന്നെ നമുക്ക് താഴെയും വാട്ടർ ബോട്ടിൽ, അതായത് വെള്ളം വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ചാർജിങ് പോയിന്റ് ഇവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് അപ്പറിൻ്റെ അവിടെയും ചാർജിങ് പോയിന്റ് ഉണ്ട്. ഇവിടെ സൈഡിൽ ഓവറിൻ്റെ ഇവിടെയും ഉണ്ട്. എല്ലാ കോച്ചിലും CCTV ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഇവിടെ വാഷ്റൂമിൻ്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ അൺറിസർവ്ഡ് കണ്ടില്ലേ, അതുപോലെ തന്നെയാണ്. അൺറിസർവ്ഡിൻ്റെ നടുക്കാണ് സ്ലീപ്പർ ക്ലാസ്സുകൾ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറകിലേക്ക് പോവാം. മുന്നിൽ കണ്ട അതേ ലോക്കോമോട്ടീവ് ഇല്ലേ, അത് തന്നെ പുറകിലും ഉണ്ടാവും. എന്തായാലും ഇതൊക്കെ കിടിലൻ വണ്ടികൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ട്രെയിനില്ലേ, ഇത് സദേൺ റെയിൽവേൻ്റെ വണ്ടിയാണ്. സദേൺ റെയിൽവേയുടെ ആദ്യത്തെ അമൃത് ഭാരത്. നേരത്തെ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഏറ്റവും ദൂരത്തിലോടുന്ന അമൃത് ഭാരത് ആണെന്ന്. 3000 മുകളിൽ ദൂരത്തിൽ ഓടുന്നുണ്ട് ഈ ട്രെയിൻ. പിന്നെ ടോയ്ലറ്റൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ ഓടിത്തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഈ പുറകു ഭാഗത്തേക്ക് ഒരുപാട് സീറ്റുകൾ ഇപ്പോഴും വേക്കൻ്റ് ആയിട്ടുണ്ട്. ജനറല് മിക്കവാറും സേലം, കാട്ട്പാടി, പെരാമ്പൂർ നല്ല തിരക്ക് വരണമെങ്കിൽ വിജയവാഡ എത്തണം അല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ല വൃത്തിൻ്റെ കാര്യം. വൃത്തി എന്തായാലും നമ്മുടെ ഈ വണ്ടിക്കുണ്ട്. പക്ഷെ ഇതൊക്കെ വൃത്തികേടാകുന്നത് അതില് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു മനോഭാവം അനുസരിച്ചായിരിക്കും. അതായത് ട്രെയിനൊക്കെ നല്ല രീതിയിൽ ഇവിടുത്തെ റെയിൽവേൻ്റെ സ്റ്റാഫുകളൊക്കെ പക്കയായിട്ട് തന്നെയാണ് വിടുന്നത്. അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് ഇതിനെ നശിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ല, ഈ പറഞ്ഞ സീറ്റ് ഇല്ലവനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ സീറ്റിംഗ് ആണ്. അല്ലെ, നല്ല തീമല്ലേ, നല്ല കുഷ്യനിങ് അല്ലേ. പക്ഷെ ആ സംഭവം ഇവന്മാര് കുത്തിക്കീറുവെന്നാ പേടിയല്ലേ. അതാണ് ഇതാ ആ ഒരു മുന്നിൽ കണ്ട അതേ ലോക്കോമോട്ടീവ് ഇതാ പുറകിലും. അതായത് പുഷ്പുൾ ലോക്കോമോട്ടീവ് ആണ്. 2 ഭാഗത്തും കാണാം. നെയിം ബോർഡ് ഇവിടെ ആയിട്ടും ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. പുറകിലത്തെ അണ്ടർസേവിലൊന്നും ഒരാൾ പോലും വന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ വാഷേരിന്റെ കാര്യം പറഞ്ഞില്ലേ, ടോയ്ലറ്റിന്റെ കാഴ്ച കാണാം. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ്. അത് വെസ്റ്റേൺ ടൈപ്പാണ്. ഇവിടെയാണ് ഇന്ത്യൻ ടൈപ്പ് വരുന്നത്. ഒരു സ്മെല്ലോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ LHP കോച്ചുകൾക്ക് നല്ല രീതിയിലുള്ള ജെർക്കിംഗ് ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിച്ചത് ഒരു സെമി പെർമനന്റ് കപ്ലറാണ്. അതായത് ഇതിൻ്റെ നടുഭാഗം കണ്ട നമ്മുടെ നോർമൽ LHP കോച്ചിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെയല്ലല്ലോ. ഇതിൽ ജെർക്കിങ് വളരെയധികം കുറവാണ്. ഇത് S2 കോച്ചാണ്. S6 കോച്ചിലേക്ക് ഇതാ നടന്ന് പോവുകയാണ്. ഇനി 10 മിനിറ്റും കൂടി ഉള്ളൂ ട്രെയിൻ പുറപ്പെടാൻ. നമ്മുടെ രാജ്യത്ത് ആകെ 15 അമൃത് ഭാരത് ട്രെയിനുകളാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പോകുന്നത് രാജ്യത്തെ തന്നെ 10ാമത്തെ അമൃത് ഭാരത് എക്സ്പ്രസിലാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ പാൻട്രി കാർ ഉണ്ട്. അതാണ് ഈ കാണുന്നത്, ഹോട്ട് ബഫറ്റ് കാർ. ഫൈനലി നമ്മൾ യാത്ര ചെയ്യുന്ന S6 കോച്ച്. ഇവിടെ തന്നെ സ്ക്രീൻ ഉണ്ട്, അതിൽ S6 എന്നൊക്കെ എഴുതി കാണാം. അകത്തേ കയറാം. ഇവിടെ ഞങ്ങളുടെ ബെർത്ത്
സൈഡിൽ ഓറും സൈഡ് അപ്പുറമാണ് എടുത്തത്. 15ഉം 16ഉം 16 ഇതാ ഇവിടെ, 15 ഇതാ ഇവിടെ. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന S6 കോച്ചിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ കയറി. ഇതിൽ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഇതിലൊക്കെ ഇപ്പം ഒരു വൃത്തിയില്ലായ്മ തോന്നിക്കുന്നുണ്ട്. കാരണം ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇത് സ്ലീപ്പർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ലതുണ്ടായത് അൺറിസർവ്ഡ് ആണ്. പിന്നെ സൈഡ് അപ്പറിൻ്റെ അവിടെ നമുക്ക് വെള്ളം വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ബെർത്തൊക്കെ ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ട്രെയിനിൽ ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഈറോഡിൽ നിന്ന് കാട്ട്പാടി വരെയാണ്. ബീഹാറിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 220 രൂപയാണ്. അതുപോലെ തന്നെ സേലം, അതുപോലെ തന്നെ കാട്ട്പാടി, പെരാമ്പൂർ, വിജയവാഡ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എന്തായാലും നല്ല രീതിയിൽ തന്നെ തിരക്ക് വരുമല്ലോ. അതുകൊണ്ട് സ്ലീപ്പർ ക്ലാസ്സിൽ ബീഹാർ വരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ദുഷ്കരമാണ്, അതായത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ബീഹാർ യാത്രയ്ക്ക് പോയി വന്നതല്ലേ ഉള്ളൂ. ഈറോഡിൽ നിന്ന് കറക്റ്റ് 8:10 തന്നെ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈറോഡിനും ജോഗ്ബാനിക്കും ഇടയിൽ ഈ ട്രെയിനാകെ 49 സ്റ്റോപ്പുകളാണുള്ളത്. പിന്നെ അടുത്ത സ്റ്റോപ്പ് സേലം. ഇപ്പൊ ഇവിടെയൊക്കെ നല്ല വൃത്തിയാണേ, ഒന്നും തുപ്പിയിട്ടൊന്നുമില്ല, അഴുക്കില്ല, ബ്ലോക്കില്ല, ഒന്നുമില്ല. ഇനിയിപ്പോ ബീഹാർ ഭാഗത്തേക്ക് എത്തുമ്പോ തമ്പാക്ക്, ഗുഡ്ക ഇതൊക്കെ ചവച്ച് തുപ്പി എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പ്. നമ്മുടെ ഗോരഖ്പൂർ, അതുപോലെ തന്നെ ബറോണി, രപ്പിസാർ, വിവേക, അതെ, ധൻബാദ്. ഈ ഫുഡിന്റെ വേസ്റ്റ് കഴിച്ചിട്ട് ഈ നമ്മുടെ എന്താ പറയുക ചാവലൊക്കെ വാങ്ങുമല്ലോ, അപ്പൊ ആ ഒരു അരിയുടെ സംഭവം എല്ലാം ഫുഡ് വേസ്റ്റ് എന്തോ പിന്നെ എടുത്തു പറഞ്ഞ തമ്പാക്ക്. അത് മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടല്ലോ, അവര് ഇവിടെ മാത്രമല്ലടാ, ഇത് ഈ ഭാഗത്തില്ലേ, ഇവിടെ ഈ ഡിന്നില്ലേ, ഈ വേസ്റ്റ് ബിന്നിന്റെ ഇവിടെ തുപ്പുക, അതുപോലെ ഈ ഡോറിന്റെ ഇവിടെ തുപ്പുക, കാണുന്ന എല്ലായിടത്തും. അതുപോലെ ഇതാ ഈ ഭാഗമില്ലേ, ഇവിടെ തുപ്പുക അല്ലേ. അതായത് ഇവിടെയൊക്കെ പിടിക്കൂലേ ഇവിടെയൊക്കെ പിടിച്ചാൽ ഈ സ്ഥലത്തെല്ലാം എന്തായാലും തുപ്പലൊക്കെ ഉണ്ടാവും. അവർ ആ ഒരു മുറുക്കി തുപ്പിയത് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഇങ്ങനെയുള്ള ട്രെയിനിലൊക്കെ കയറുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അല്ലേ. അതായത് നമ്മൾ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, ചില ആൾക്കാർ പറയും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ പോയി യാത്ര ചെയ്ത് തന്നെ അനുഭവത്തിൽ പറയുന്നല്ലേ ഇതെല്ലാം. കുറച്ച് ദൂരത്തേക്കൊക്കെ ആണെങ്കിൽ ഈ ട്രെയിൻ ഓക്കെയാണ്. അല്ലാതെ ബീഹാറൊക്കെ പോവാണെങ്കിൽ ഒരിക്കലും ഇതിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ നിങ്ങൾ കയറി പൊക്കോന്നൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ നീറോടുന്ന് ചെന്നൈ ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്, സുഖമായിട്ട് പോവാം, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇവിടുന്ന് എടുത്ത സമയത്ത് ഇതിന്റെ അകത്തെ കാഴ്ച, പല ബെർത്തുകളും ഇപ്പോഴും വേക്കന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തൂടെ ചെക്കർമാരൊക്കെ പോകുന്നുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ ഈ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാൻ ആരും വിചാരിക്കണ്ട. കാവേരി നദി, കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകയിൽ നിന്നാണ്. തലക്കാവേരി. അപ്പർ ബെർത്തിന്റെ മുകളിലേക്ക് കയറുവാണെങ്കിൽ അവിടുത്തെ കാഴ്ച എങ്ങനെയാണെന്ന് കാണണ്ടേ. എങ്ങനെയുണ്ട് ബെർത്തെല്ലാം? നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഈ പൊടി മറ്റു കാര്യങ്ങളില്ലേ അത് നിൽക്കില്ല കേട്ടോ. പിന്നെ ഫാനാണ് എടുത്തു പറയേണ്ടത്. നല്ല വൃത്തി. പൊതുവെ ഏതൊരു ട്രെയിനിൽ കയറി കഴിഞ്ഞാലും ആദ്യം നമ്മൾ അപ്പർ ബെർത്തിന് കയറി കഴിഞ്ഞാൽ നേരെ നോക്കുന്നത് എവിടത്തേക്കാണ്? ഫാനിന്റെ ഭാഗത്തേക്കാണ്. ഫാൻ എടുത്ത് ഞാൻ പറയുന്നില്ല, നല്ല രീതിയിലുണ്ടാവും. ഈ ട്രെയിൻ ആയതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് റിപ്പീറ്റേഷൻ ചെയ്തതല്ല. ബാറ്ററി കോച്ചിൽ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ സാധാരണ സ്ലീപ്പർ കയറി കഴിഞ്ഞാലുണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗമില്ല, ഈ ഒരു സാധനം ഉണ്ടാവില്ല. കാരണം രാത്രി കിടക്കുന്ന ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്ന് പറയാം, താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോട്ടലുണ്ട്. പിന്നെ ഇവിടെയും നമ്മൾ പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കാറ്റഗറിയിലുള്ള സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ എന്ന് പറയുന്നത്.
800 കിലോമീറ്ററിൽ കൂടുതൽ അകലെയുള്ളതോ നിലവിലുള്ള സർവീസുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ 10 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നതോ ആയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന എയർ കണ്ടീഷൻ ചെയ്യാത്ത കുറഞ്ഞ ചെലവിലുള്ള സ്ലീപ്പർ കം ഇത് റിസർവ് ചെയ്യാത്ത സർവീസാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അൺറിസർവ്ഡ്, അതുപോലെ തന്നെ സ്ലീപ്പറുകൾ മാത്രമേ ഇതിലുള്ളൂ. 800 കിലോമീറ്ററിൽ കൂടുതലാണ് ഇപ്പൊ നടത്തുന്ന, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന അമൃത് ഭാരത് സർവീസുകളൊക്കെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. ട്രെയിൻ ഇപ്പോൾ 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു സ്പീഡുണ്ട്. പിന്നെ ലോക്കോമോട്ടീവ് WP5 ആണല്ലോ, നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്ന ലോക്കോമോട്ടീവ് തന്നെയാണ് അതൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ ലിമിറ്റാണ്. നമ്മൾ ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നത് ഒക്ടോബർ 1st വീക്കിലാണ്. അപ്പോൾ ഈ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യത്താകെ 15 അമൃത് ഭാരതുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ അമൃത് ഭാരത് ഓടി തുടങ്ങിയത് 2023 ഡിസംബർ 30 സമയത്താണ്. 2 അമൃത് ഭാരതുകൾ, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ബംഗാളിലെ മാൾഡ ടൗണിൽ നിന്ന് SM-വീട്ടിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ബീഹാറിലെ ദർഭംഗയിൽ നിന്ന് ഡൽഹിയിലത്തെ ആനന്ദ് വിഹാറിലേക്ക് പോകുന്നത്. അതിൻ്റെ കൊമേഴ്ഷ്യൽ ജേർണിയൊക്കെ ഉണ്ടായത് 2024 ജനുവരി 1 സമയത്താണ്. അതുപോലെ തന്നെ 15 അമൃത് ഭാരതുകളിൽ 13 എണ്ണം ഓടുന്നത് ബീഹാറിൽ കൂടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഒരു സ്റ്റേറ്റിൽ കൂടെ 13 എണ്ണമാണ് ഓടുന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ബീഹാർ വഴി കടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. അത് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗാളിന്റെ മാൾഡ ടൗണിൽ നിന്ന് ലക്നൌവിലത്തെ ഗോമതി നഗറിലേക്ക്, അത് പോകുന്നത് ബീഹാർ വഴി കടന്നു പോകുന്നത് മാത്രം. ബാക്കി വരുന്നത് 12 എണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഇവിടുന്ന് ഈറോഡിൽ നിന്ന് പോകുന്നത് ജോഗ്ബാനിയിൽ എൻഡ് ചെയ്യുമല്ലോ, അതേപോലെ അവസാനിക്കുന്നതോ അല്ലെങ്കിൽ തുടങ്ങുന്നതോ ബീഹാറിൽ നിന്ന് 12 എണ്ണം. അപ്പോൾ ആ ബീഹാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ 12 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ദർഭംഗയിൽ നിന്ന് ആനന്ദ് വിഹാറിലേക്ക്, മറ്റൊന്ന് മുംബൈ LTT നിന്ന് സഹർസയിലേക്ക് പോകുന്നത്, രാജേന്ദ്ര നഗറിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്നത്, ദർഭംഗയിൽ നിന്ന് ഗോമതി നഗറിലേക്ക് പോകുന്നത്, ബാപ്പുത മോത്തിഹാരിയിൽ നിന്ന് ആനന്ദ് വിഹാറിലേക്ക് പോകുന്നത്, സീതാമഠിയിൽ നിന്ന് ഡൽഹി ജംഗ്ഷനിലേക്ക് പോകുന്നത്, ഗയയിൽ നിന്ന് ഡൽഹി ജംഗ്ഷൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈറോഡിൽ നിന്ന് ജോഗ്ബാനിയിലേക്ക് പോകുന്നത്, സഹർസയിൽ നിന്ന് അമൃത്സർ ചഹാർത്തയിലേക്ക് പോകുന്നത്, ചപ്രയിൽ നിന്ന് ആനന്ദ് വിഹാറിലേക്ക് പോകുന്നത്, മദർ അതായത് അജ്മീറിനടുത്തുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ദർഭംഗയിലേക്ക് പോകുന്നത്, പിന്നെ മുസാഫർപൂർ നിന്ന് ചർലപ്പള്ളിയിലേക്ക് പോകുന്നത്. ഇത്രയും ട്രെയിനുകളാണ് ബീഹാറിൽ മാത്രമുള്ള ആ ഒരു 12 എണ്ണം. അമൃത് ഭാരത് എക്സ്പ്രസിന്റെ കണക്ക് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞത് ബീഹാറിൽ നിന്ന് പുറപ്പെടുന്ന 12 എണ്ണം, അതുപോലെ തന്നെ ബീഹാർ വഴി കടന്നു പോകുന്ന ഒരെണ്ണം, ടോട്ടൽ ഇപ്പൊ 13 എണ്ണമായി. ബാക്കി ഇനി 2 എണ്ണം ഉണ്ട്. അതിലൊന്നുള്ളത് SM-VT ബംഗളൂരിൽ നിന്ന് മാൾഡ ടൗണിലേക്കാണ്, മറ്റൊന്നുള്ളത് ഒഡീഷയിലെ ബ്രഹ്മപൂരിൽ നിന്ന് നേരെ സൂറത്തിനടുത്തുള്ള ഉദിനയിലേക്ക്. അപ്പോൾ ടോട്ടലി 15 എണ്ണം ആയല്ലോ. ഈ വണ്ടികളിലെ കൂടുതലും വീക്കിലിയാണ്, വീക്കിലിയും ബൈ വീക്കിലിയും. പക്ഷേ ഒരു ട്രെയിൻ മാത്രം ഡെയിലി ഉണ്ട്, അത് രാജേന്ദ്ര നഗറിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്നത്. ഇവിടെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതെന്തായാലും അടിപൊളിയായി. ഒരുപാട് സേലം ജംഗ്ഷൻ, അവിടെ ആ ഒരു അതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെത്തി. 9:04. ഇവിടെ നിന്ന് എന്തായാലും നല്ല തിരക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. നമുക്കിവിടുന്ന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കാം. ഇവിടെ സ്റ്റേഷന്റെ നവീകരണമാണ്. സേലം ജംഗ്ഷനിൽ 3 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ഭാഗത്തേക്ക് ഫുഡൊന്നും വരുന്നത് കാണുന്നില്ലല്ലോ. അങ്ങ് അവിടെ ഉണ്ടായിരുന്നു. ഇനി അവരെ നോക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും. ഇവിടെ ഒന്നും തന്നെ വരുന്നില്ല. എന്തായാലും കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്കിലും കയറാം. നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഇഡ്ഡലി വാങ്ങിക്കാം. ഈ ട്രെയിനിലെ കോച്ചുകളിലുള്ള മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ്. അതായത് ഇവിടെ കാണുന്നില്ലേ, ഇതിന്റെ ഫീച്ചറാണ്. ഇത് പ്രസ് ചെയ്ത് ഇതിലൂടെ സംസാരിക്കാം. ഇവിടെയാണ് മൈക്ക്, അതായത് നേരിട്ട് ലോക്കോ പൈലറ്റിനോട്. പക്ഷേ ഇങ്ങനെയുള്ള സംവിധാനം എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ കുറേ ആൾക്കാർ ഇത് ദുരുപയോഗം ചെയ്യുമോയെന്ന് അറിയില്ല. കാരണം ഒരുപാട് പേര്, അതായത് അൺറിസർവ്ഡ് പോലെ ഈ സ്ലീപ്പർ ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇതിൽ പ്രസ് ചെയ്ത് എന്തെങ്കിലും സംസാരിച്ച്
അതായത് വേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട കാര്യം അനാവശ്യത്തിന് ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? സേലത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് ജോളാർപേട്ട. അതുപോലെ തന്നെ സേലത്ത് നിന്ന് ഇപ്പം ട്രെയിനിൻ്റെ അകത്തെ കാഴ്ച ഇങ്ങനെയാണ്. സേലത്ത് നിന്ന് വാങ്ങിച്ച ഇഡ്ഡലി എന്നാൽ കഴിക്കാം. ഡേറ്റൊക്കെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 60 രൂപയാണ് ഒരു സെറ്റിനായത്. പിന്നെ നമ്മുടെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഈ ബെർത്തിലൊന്നും ആവാൻ പാടില്ലല്ലോ. ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. ചട്നി ഇതാ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് സാമ്പാറാണ്. 3 സെറ്റാണുള്ളത്. ഒരു വടയും കൂടെയുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ഇത് കഴിക്കാം. ഇതുവഴി ഇപ്പം MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ ശതാബ്ദി കടന്നു പോകും. അതിവിടെ എത്താനായി. ഇത് ബംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഹംസഫർ. ഭുവനേശ്വർ SMVT ബംഗളൂരു. നീലഗിരി ഹിൽസാണ് ഈ കാണുന്നത്. ട്രെയിൻ ഇപ്പോൾ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതിലൂടെ തന്നെ റോഡും പോകുന്നത് കാണാം. പത്ത് 57 ജോളാർപേട്ട ജംഗ്ഷൻ. ജോളാർപേട്ട ജംഗ്ഷനിൽ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഒരുപാട് പേര് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന കാണാം. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരതിന്റെ കുറച്ച് കാര്യം പറയുവാണെങ്കിൽ ഇത് രാജ്യത്തെ 10ാമത്തെ അമൃത് ഭാരതാണ്. അതുപോലെ തന്നെ ഈ വർഷം 2025 സെപ്റ്റംബർ 15-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ട്രെയിനിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഈ അമൃത് ഭാരത് കാറ്റഗറിയിൽ അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്ന ഒരു വണ്ടി കൂടിയാണ്. അതായത് 3129 കിലോമീറ്ററാണ് ഇത് ടോട്ടൽ ഓടുന്നത്. ഏകദേശം ഒരു 58 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ടാണ് ഇത് ഈറോഡിൽ നിന്ന് ജോഗ്ബാനി വരെ എത്തുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ അതായത് ഈ അമൃത് ഭാരതിൽ ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്നത് ഈ വണ്ടി വരുന്നതിന് മുന്നേ ഉണ്ടായ വണ്ടി എന്ന് പറഞ്ഞാൽ മാൾഡ ടൗണിൽ നിന്ന് SMVTയിലേക്ക് പോകുന്ന അമൃത് ഭാരതാണ് ഉണ്ടായത് ആദ്യത്തെ. അത് ഏകദേശം 2272 കിലോമീറ്റർ ഒക്കെയാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരു വണ്ടി വന്നല്ലോ. ട്രെയിൻ ഇപ്പോൾ 130 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജോളാർപേട്ടയിൽ നിന്ന് കാട്ട്പാടി സെക്ഷനിലേക്ക്.
ഇനിയിപ്പം അടുത്തതായി നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. സ്പീഡ് കുറഞ്ഞു വരികയാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ വീക്ക്ലി ട്രെയിനാണ്. എല്ലാ വ്യാഴാഴ്ചയുമാണ് ഈ ട്രെയിൻ ഈറോഡിൽ നിന്ന് പുറപ്പെടുക. 7 സംസ്ഥാനങ്ങൾ വഴിയാണ് ഈ ട്രെയിൻ ആകെ കടന്നു പോകുന്നത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ. ഈ ട്രെയിനിൽ നിന്ന് കണ്ടുമുട്ടിയതാണ് നമ്മുടെ സുഹൃത്താണ്. 2 തവണ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ആ, പിന്നെ വന്ദേ ഭാരത്. അത് പൂർണ്ണ എക്സ്പ്രസ് 2023 2 വർഷമായി. ദൂദ്സാഗർ വഴി പോകുന്ന സമയത്ത് കണ്ടുപിടിയാണ്. ബ്രോന്റെ പേര് സഞ്ജീവ് എന്നാണ്. തിരുപ്പൂരല്ലേ വീട്? തിരുപ്പൂര്. മലയാളം നല്ല രീതിയിൽ പറയും. അതായത് എന്ന് വെച്ചാല് ബ്രോന്റെ അമ്മ വീട് വരുന്നത് ഇവിടെ വയനാട്. ചിക്കൻ ബിരിയാണി എല്ലാം പോകും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ് തിരുപ്പൂരിൽ നിന്ന് കണ്ടുമുട്ടിയത്. അപ്പൊ ട്രെയിനിൽ കയറി ബ്രോ ഇതേപോലെ തന്നെ അമൃത ഭാരതിൽ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ്. വിജയവാഡയിലേക്കാ പോകുന്നത്? വിജയവാഡ. എന്താണ് ഇതിനെ കുറിച്ചൊരു എന്താ പറയാ, ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, എന്താണ് അഭിപ്രായം? ട്രെയിൻ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇത് ഇൻ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവും അറിയില്ല. അതെ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇന്റീരിയർ ആയാലും ഔട്ടർ ആയാലും നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട്. നല്ല പുതിയതുപോലെ ഉണ്ട്. പക്ഷെ ഇൻ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവും അറിയില്ല. തീർച്ചയായും അതാണ് മെയിൻ പ്രശ്നം. ബ്രോ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ ബീഹാർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവരെങ്ങനെയാണ് ഇത് നമ്മളെപ്പോഴും വൃത്തിയോടെയാണ് ഇന്ത്യൻ റെയിൽവേനെ കാണുന്നത്. പക്ഷെ അവരാണല്ലോ ഇത് കൂടുതൽ പറഞ്ഞാൽ പാൻ ബരാഗ്. ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ പലരും കയറുന്നുണ്ട്. കുറ്റം പറയുന്നല്ല. വിജയവാഡ എത്തുമ്പോഴത്തേക്കും വാഷ് സ്പേസ് ഒക്കെ ബ്ലോക്ക് ആവുമോ നോക്കണം കേട്ടാ. S6 കോച്ച് നിർമ്മിച്ചത് പഞ്ചാബിലെ റെയിൽ കോച്ച് ഫാക്ടറിയായ കപൂർത്തലയിൽ നിന്നാണ്. 2025 മേട്. ഇപ്പം സ്ലീപ്പർ ക്ലാസിന്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈറോഡിൽ നിന്നും 264 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിപ്പിത കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 12:20 ഇപ്പോൾ. ഈ കാട്ട്പാടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു പാലം. പത്ത് മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം അമൃത് ഭാരത് എക്സ്പ്രസ് ഇതാ ഇവിടുന്ന് എടുത്തു. ബീഹാറിലെ ജോഗ്ബനി റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ പോവുകയാണ്. ഇതിനാകെ 11 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മുതൽ ഇതാ സ്ലീപ്പർ. പാൻട്രി ആണിത്. ഇനി ഈ ട്രെയിൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ പെരമ്പൂർ, വിജയവാഡ, മഹാരാഷ്ട്ര, നാഗ്പൂർ വഴി നേരെ ഇറ്റാർസി നേരെ പോകുന്നത് ജബൽപൂരാണ്. ശേഷം പ്രയാഗ്രാജ്, ബീഹാറിലെ തന്നെ തലസ്ഥാനമായ പട്നയിലെത്തെ പാട്ലിപുത്ര വഴിയാണ് നേരെ പോകുന്നത്. പിന്നെ അത് ബറോണി പോകും. അവിടുന്ന് കട്ടികാട് നിന്നാണ് നേരെ ജോഗ്ബാനിലേക്ക് പോകുന്നത്. ഇന്നൊരു വ്യാഴാഴ്ച ആണല്ലോ, ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു 7 മണിയോട് കൂടി അത് ജോഗ്ബാനിലെത്തും. പോയി ബാഗ്മതി എക്സ്പ്രസ് ആണത്. ദർബഗേന്ന് മൈസൂരു ഒരേ സ്ഥലം തന്നെയാണ് ഇതൊക്കെ. ബാഗ്മതി എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ് ആണ്. അതിൻ്റെയൊക്കെ ഒരു കോലം കണ്ട, ഇതൊക്കെ തുപ്പി വൃത്തികേടാക്കിയിട്ടുണ്ട്. ഒരു ട്രെയിൻ വരികയാണ്. ബംഗളൂരു, ധനാപൂർ, സംഘമിത്ര എക്സ്പ്രസ്. അടുത്തൊരു ബീഹാർ വണ്ടി. ഇന്ന് മൊത്തം ബീഹാർ വണ്ടികളാണല്ലോ കണ്ടത്. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രധാന ഭാഗം. ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്.
വെല്ലൂർ ടൗണിലേക്ക് പോകാനുള്ള വഴി ഇതാണ്. നമുക്ക് ഇവിടെ തന്നെ ബസ് സൗകര്യമൊക്കെ കിട്ടും. ഇതാ ഇവിടെ തന്നെയാണ് മെയിൻ റോഡ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നത്. ചെറിയൊരു യാത്രയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രെയിനിലൊന്നും സ്ലീപ്പർ ക്ലാസ്സിലും ജനറലിൽ കയറിയിട്ട് ബീഹാറിലേക്കൊന്നും പോകാൻ പറ്റില്ല. അല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. പിന്നെ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ തിരുവണ്ണാമലൈ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഭാഗത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ്. അതെ, തീർച്ചയായും. എനിക്ക് തോന്നുന്നു 2 മണി കഴിഞ്ഞ് അങ്ങോട്ട് തിരുവണ്ണാമലയിലേക്ക് ഒരു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.